CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ രാഷ്ട്രീയ ഭാവിക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്ന തരത്തിലുള്ള കടുത്ത പ്രതിസന്ധികളാണ് അതേ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഗോവിന്ദൻ മാഷിന്റെ ചീട്ട് കീറാൻ ഇനിയൊന്നും ബാക്കിയില്ല എന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങൾ അണികൾക്കിടയിൽ നിന്ന് പോലും പരസ്യമായി ഉയരുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറി കസേര തെറിക്കുന്ന കാലം വിദൂരമല്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സ്വയം ഒഴിഞ്ഞു പോകാത്ത ഇത്തരം നേതാക്കളെ ജനങ്ങളും അണികളും ചേർന്ന് പടിപ്പുറത്താക്കുന്ന കാഴ്ചയാണ് സമീപകാല സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നതും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സകല CPM നേതാക്കളും അണികളും പ്രവർത്തകരും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്റർക്കുമെതിരെ പരസ്യമായി തന്നെ വടിയെടുത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ ദയനീയ തകർച്ച കാരണം ഈ രണ്ടു നേതാക്കളുടെയും ഏകാധിപത്യ നിലപാടുകളാണ് എന്നും അണികൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം TK ഗോവിന്ദൻ എന്ന പഴയ CPMകാരൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് ഒരേ ഒരു കാരണമായി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ്. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി പാർട്ടികളുടെ സകല ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി സീറ്റ് നൽകുകയും അവരെ ജയിപ്പിച്ചെടുക്കാൻ പാർട്ടി സംവിധാനങ്ങളെ മുഴുവൻ ദുരുപയോഗം ചെയ്ത ഗോവിന്ദൻ മാസ്റ്റർ കുടുംബ രാഷ്ട്രീയത്തിനെതിരെ അണികളിൽ വലിയ പുകിലുകളാണ് ഉണ്ടായത്. സ്വന്തം കുടുംബത്തിന് വേണ്ടി എല്ലാം വഴിവിട്ട കളികളും കളിക്കുന്ന പാർട്ടി സെക്രട്ടറി പാർട്ടിയെ കെട്ടിപ്പടുത്ത മറ്റു മുതിർന്ന നേതാക്കളുടെ കുടുംബങ്ങളോട് കാണിക്കുന്നത് കടുത്ത ക്രൂരതയും അവഗണനയുമാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനിൽ നിന്നു തന്നെയാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ഏറ്റവും മാരകമായ അടിയും വന്നിരിക്കുന്നത്. ED കേസുകൾ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ശക്തമായ പ്രതിരോധവും സംരക്ഷണവും ഒരുക്കാൻ മുന്നിൽ നിന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയായിരുന്നു. പിണറായിക്ക് വേണ്ടി നെഞ്ചുവിരിച്ച് നിന്നപ്പോഴും ബിനീഷ് കോടിയേരി അപ്പോൾ പാർട്ടിക്ക് പുറത്തായിരുന്നു. വലിയ വലിയ കള്ളന്മാരും അഴിമതിക്കാരും പാർട്ടിക്ക് അകത്തിരുത്തി ചെങ്കൊടിയുടെ തണൽ നൽകുമ്പോഴും ബിനീഷ് കോടിയേരിയെ മാത്രം 2 വർഷത്തിലധികം പാർട്ടിക്ക് പുറത്തു നിർത്തിയതിന് പിന്നിൽ പ്രധാന വില്ലൻ ആര് എന്ന് ചോദിച്ചാൽ MV ഗോവിന്ദൻ മാസ്റ്റർ ആയിരുന്നു. കേസും വിവാദങ്ങളും എല്ലാം ഒഴിഞ്ഞിട്ടും ബിനീഷിന്റെ പാർട്ടി അംഗത്വം പുതുക്കി നൽകാൻ ഗോവിന്ദൻ മാസ്റ്റർ കടുത്ത വാശിയിലാണ് ഒരു വിമുഖത കാണിച്ചത്. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കർശന നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് ബിനീഷിന് പാർട്ടി അംഗത്വം തിരികെ നൽകാൻ നേതൃത്വം തയ്യാറായത് എന്ന വിവരവും ഒക്കെ വിനോദിനി പറയുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച കോടിയേരിയുടെ കുടുംബത്തോട് ഗോവിന്ദൻ മാസ്റ്റർ കാണിച്ച അവഗണനയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു വിനോദിനി ബാലകൃഷ്ണന്റെ ഓരോരോ വെളിപ്പെടുത്തലുകളും. തങ്ങൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സംസാരിക്കാൻ പലതവണ ഫോണിൽ വിളിച്ചിട്ടും പാർട്ടിയിലെ ഉന്നത പദവിയിലിരിക്കുന്ന ഈ PB അംഗം ഫോൺ എടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നവർ ആരോപിച്ചു വെക്കുന്നുണ്ട്. തിരക്കുകളാണെങ്കിൽ പിന്നീട് തിരിച്ചു വിളിക്കാനുള്ള മിനിമം മര്യാദ പോലും അദ്ദേഹം കാണിച്ചിട്ടില്ല. ഈ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആളാണ് എന്നും തിരക്കിലാണെങ്കിൽ തിരിച്ചു വിളിക്കാറുണ്ട് എന്നും പറഞ്ഞ് വിനോദിനി ഗോവിന്ദൻ മാസ്റ്റർ മുഖത്തടിക്കുന്ന മറുപടി മാത്രമാണ് നൽകിയത്. സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തുന്ന ഗോവിന്ദൻ മാസ്റ്റർ കോടിയേരിയുടെ കുടുംബത്തോട് കാണിച്ച ഈ നിസ്സംഗതയും അഹങ്കാരവും പാർട്ടിക്കുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിക്കാണ് വഴി വെച്ചിരിക്കുന്നത്. ഗോവിന്ദൻ മാസ്റ്ററുടെ കസേര തെറിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ആയുധമാണ് ഇപ്പോൾ വിനോദിനി ബാലകൃഷ്ണന്റെ വാക്കുകളിലൂടെ അണികൾക്ക് കൈവന്നിരിക്കുന്നത്.